നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം 2026 വിഷുഫലമാണ്. അത് പൂരാടം നക്ഷത്രക്കാരുടെ വിഷുഫലമാണ് ഞാൻ പറയുന്നത്. മറ്റ് നക്ഷത്രക്കാരുടെ വിഷുഫലം ഞാൻ മറ്റു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ പൂരാട നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. 2026 ഏപ്രിൽ 14 ചൊവ്വാഴ്ച രാവിലെ 9:34 ചതയം നക്ഷത്രത്തിൽ ഇടവൻ രാശിയിൽ സൂര്യൻ തന്റെ ഉച്ചക്ഷേത്രമായ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു. അതായത് അതിലേക്ക് പ്രവേശിക്കുന്നു. അതായത് ഇപ്പം മീനൻ രാശിയിൽ നിൽക്കുന്ന സൂര്യൻ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്ന സൂര്യന്റെ ഈ മേടൻ രാശി സൂര്യന്റെ ഉച്ചക്ഷേത്രമാണ്. അപ്പൊ ഉച്ചക്ഷേത്രത്തിലേക്കാണ് സൂര്യൻ പ്രവേശിക്കുന്നത്. അപ്പോ അന്നാണ് സാധാരണ നമ്മ വിഷു ആഘോഷിക്കുന്നത്. എന്നാൽ ഇപ്രാവശ്യം ഏപ്രിൽ 14 അല്ല, ഏപ്രിൽ 15 വിഷു വരുന്നത്. കാരണം സൂര്യന്റെ സംക്രമ സമയം രാവിലെ 9:34 ആണ്. അപ്പോൾ അതിക്ക് മുമ്പ് അന്ന് സൂര്യോദയം കഴിഞ്ഞു ഇല്ലേ? അതുപോലെ അപ്പൊ അതുകൊണ്ട് ആണ് പിറ്റേ ദിവസത്തേക്ക് ഏപ്രിൽ 15 വിഷു മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ടാണ് 15 വിഷു ആഘോഷിക്കുന്നത്. ഇപ്പൊ സൂര്യോദയത്തെ ബേസ് ചെയ്താണ് നമ്മ ജ്യോതിഷപരമായ എല്ലാ കാര്യങ്ങളും പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് സൂര്യോദയത്തെ ബേസ് ചെയ്താണ്. അപ്പൊ സൂര്യോദയം അന്നേരം നേരത്തെ കഴിഞ്ഞു പോയി. അതുകൊണ്ടാണ്. അപ്പൊ ഈ വിഷു സംക്രമ പുരുഷന്റെ, അതായത് സൂര്യൻ തന്റെ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്ന ആ സംക്രമിക്കുന്ന സമയം, അതിന് സംക്രമ പുരുഷന്റെ ലക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ ഈ പഞ്ചാംഗ വിധി പ്രകാരം സംക്രമ പുരുഷന്റെ ലക്ഷണമനുസരിച്ച് നക്ഷത്രങ്ങളെ രണ്ടായി വേർതിരിച്ചിട്ടുണ്ട്. ഒന്ന് ശൂലമെന്നും മറ്റൊന്ന് ഷഡ്ഗമെന്നുമാണ് വേർതിരിച്ചിട്ടുള്ളത്. ഈ ഷഡ്ഗത്തില് 18 നക്ഷത്രങ്ങളും ശൂലത്തില് 9 നക്ഷത്രങ്ങളുമാണ് ഈ പ്രാവശ്യത്തെ വിഷുഫലമായി സംക്രമ പുരുഷന്റെ ലക്ഷണമനുസരിച്ച് വേർതിരിച്ചിട്ടുള്ളത്. അതിൽ ശൂലം നക്ഷത്രത്തിൽ ശൂലത്തിൽ വരുന്ന നക്ഷത്രങ്ങൾ 9 പറഞ്ഞല്ലോ. ഈ 9 നക്ഷത്രങ്ങൾക്കും വിഷുഫലം അത്ര ഗുണകരമല്ല എന്നാണ് പറയേണ്ടത്. എന്നാൽ ഷഡ്ഗത്തിൽ വരുന്ന 18 നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണങ്ങളും മേന്മയും കിട്ടുന്ന ഒരു സമയമാണ് വിഷുഫലമായി ഉണ്ടാകുന്നത്. എല്ലാ 27 നക്ഷത്രക്കാർക്കും വളരെ സൗഭാഗ്യങ്ങൾ വന്നു ചേരുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു സംഭവം ഉണ്ടാവുമ്പോൾ ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട് നല്ല ഫലങ്ങളും ഉണ്ടാവും, ചീത്ത ഫലങ്ങളും ഉണ്ടാവും ഇല്ലേ? അപ്പൊ അതുകൊണ്ട് ഈ 18 നക്ഷത്രക്കാരെ സംബന്ധിച്ച് നല്ലതും ഈ 9 നക്ഷത്രക്കാരെ സംബന്ധിച്ച് അത്ര ഗുണകരമല്ലാത്ത അവസ്ഥയും ഈ വിഷുഫലമായി വന്നു ചേരുന്നതാണ്. അപ്പോ ഞാൻ പറഞ്ഞത് ഈ ശൂലത്തിൽ തന്നെ ആദിശൂലമെന്നും മധ്യശൂലമെന്നും അന്ത്യശൂലമെന്നും 9 നക്ഷത്രങ്ങളെ വേർതിരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഷഡ്ഗത്തിൽ വരുന്ന 18 നക്ഷത്രങ്ങളെ ആദിഷഡ്ഗമെന്നും മധ്യഷഡ്ഗമെന്നും അന്ത്യഷഡ്ഗമെന്നും വേർതിരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പൂരാട നക്ഷത്രം എന്തിലാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ 2026 വിഷുഫലം പൂരാട നക്ഷത്രം സൂര്യന്റെ മേടൻ രാശി സംക്രമണത്തിന്റെ ഫലമായി സംക്രമ പുരുഷന്റെ ലക്ഷണമനുസരിച്ച് മൂലം നക്ഷത്രക്കാർ അന്ത്യഷഡ്ഗത്തിൽ വരുന്നതാണ്. ഇവർ സംക്രമ പുരുഷന്റെ ലക്ഷണമനുസരിച്ച് അന്ത്യഷഡ്ഗത്തിലാണ് വരുന്നത്.
അപ്പൊ അന്ത്യഷഡ്ഗത്തിൽ വരുന്നതിനാൽ ഈ വിഷുഫലം ഇവർക്ക് നേട്ടങ്ങളുടെ സമയമാണ്. വിഷുഫലമായി ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാവും. ഈ പൂരാട നക്ഷത്രക്കാർക്ക് പൊതുജന മധ്യത്തിൽ ഇവർ അംഗീകരിക്കപ്പെടുന്ന സമയങ്ങളുണ്ടാവും. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചൊക്കെ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാവും. ഈ പൂരാട നക്ഷത്രത്തിൽ ജനിച്ച രാഷ്ട്രീയക്കാർക്ക് വളരെ നേട്ടങ്ങൾ വരുന്ന ഒരു സമയമാണ്. ഇവർ പൊതുജനങ്ങളുമായി ഒത്തുചേർന്ന് പോവുകയും പൊതുജനങ്ങളിൽ നിന്ന് ഇവർക്ക് ആദരവും ബഹുമാനവും കിട്ടുന്ന അവസരങ്ങൾ ഈ രാഷ്ട്രീയക്കാർക്ക് വന്നു ചേരുന്നതാണ്. രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല കേട്ടോ, പൊതുവെ പൂരാട നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവർക്കും ഇതേപോലെ തന്നെ നല്ല അംഗീകാരങ്ങളും പേരും പ്രശസ്തിയും കിട്ടാവുന്ന അവസരങ്ങൾ. എല്ലാവരും ഇപ്പൊ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കണമെന്നൊന്നുമില്ലല്ലോ. എന്നാൽ അല്ലാത്തവർക്കും പൊതുജനങ്ങളുമായി നല്ല വിധത്തിലുള്ള ബന്ധങ്ങളും പേരും പ്രശസ്തിയും കിട്ടാവുന്ന അവസരമാണ് വിഷുഫലമായി ഉണ്ടാവുന്നത്. ഇവർ പറയുന്ന വാക്കുകൾക്ക് വിലയുണ്ടാവും. ആര്? ഈ പൂരാട നക്ഷത്രക്കാർ പറയുന്ന വാക്കുകൾക്ക് വിലയുണ്ടാവും. ജോലി സംബന്ധമായി പ്രമോഷൻ കിട്ടാൻ ഇവർക്ക് ഇടവരും. ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് ഇവർക്ക് ഉന്നതമായ സ്ഥാനമാനങ്ങൾ കിട്ടും, പ്രമോഷൻ കിട്ടും, ശമ്പള വർധന ഉണ്ടാവുകയും ചെയ്യും. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ ഇവർക്ക് വഹിക്കേണ്ടതായിട്ടും വരും. വളരെ പ്രധാനപ്പെട്ട ചില സ്ഥാനമാനങ്ങൾ ഇവർക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടും വരും. ഈ പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് അധികാര സ്ഥാനങ്ങളിൽ എത്താൻ ഇവർക്ക് കഴിയും. നല്ല വിധത്തിലുള്ള അധികാര സ്ഥാനങ്ങളിൽ ഈ പൂരാട നക്ഷത്രക്കാർക്ക് എത്തിച്ചേരാൻ വിഷുഫലമായി കഴിയുന്നതാണ്. മേലുദ്യോഗസ്ഥന്മാരുടെ പ്രീതിയും അതേപോലെ പ്രശംസയും ഇവർക്ക് കിട്ടും. മേലുദ്യോഗസ്ഥന്മാരിൽ നിന്ന് കിട്ടും. വളരെ ഉന്നതമായ വ്യക്തികൾ മൂലം ഇവർക്ക് ഉയർന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ അവസരങ്ങൾ വന്നു. ചില ഉയർന്ന വ്യക്തികളിൽ നിന്ന്, അതായത് സമൂഹത്തിലെ ഉന്നതന്മാരായ വ്യക്തികളിൽ നിന്ന് ഇവർക്ക് നല്ല വിധത്തിൽ അവരോടൊത്ത് പെരുമാറാനും അല്ലെങ്കിൽ ആ വ്യക്തികൾ മൂലം ഇവർക്ക് ഉയർന്ന പ്രവർത്തികളിൽ ഏർപ്പെടാനൊക്കെയുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. മംഗളകർമ്മങ്ങൾ നടക്കും. ഇവരെ സംബന്ധിച്ച് ഈ പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് മംഗളപരമായ കർമ്മങ്ങൾ അവരുടെ കുടുംബത്തിൽ നടക്കുകയോ അതുമല്ലെങ്കിൽ മംഗളകർമ്മങ്ങളിൽ ചെന്ന് ഇടപെടാനും അതിൽ പ്രവർത്തിക്കാനും ഇവർക്ക് അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. എന്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണമെന്നൊക്കെ ഉള്ള ഒരു വിനീതമായ ഒരു അഭ്യർത്ഥന ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളോട് പറയാം. എല്ലാ ദിവസവും എൻ്റെ ചാനലിൽ എൻ്റെ വീഡിയോ വരാറുണ്ട്. നിങ്ങൾ കാണണമെന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ഈ സമയം ഞാൻ ഇവിടെ പറയുകയാണ്. അപ്പൊ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച്, പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് മംഗളകർമ്മങ്ങൾ നടക്കാൻ ഇടവുണ്ട്. വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാവും. വിവാഹം ആലോചിക്കുന്നവർക്ക് ആ വിവാഹാലോചനകളുമായി മുന്നോട്ടു പോകാനും വിവാഹം ആലോചിച്ച് വെച്ചിരിക്കുന്നവർക്ക് അതിലൊരു തീരുമാനത്തിലെത്താനും, ഇനി അതുകൂടാതെ പ്രേമകാര്യങ്ങളിൽ ബന്ധപ്പെട്ടവർക്ക് അങ്ങനെയുള്ള പ്രേമ വിവാഹങ്ങൾ നടക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ ഈ എല്ലാവരുടെ കാര്യമില്ല കേട്ടോ പറയണം, പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. വീട് പണി നടത്തും. അതായത് വീട്ടിലെ വല്ല അറ്റകുറ്റപ്പണി നടത്താനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ പുതിയതായിട്ട് വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വീട് വെക്കാനുള്ള അവസരങ്ങൾ വരും. ഇനി വീട് പണി തീർന്നവർക്കാണെങ്കിൽ ഗൃഹപ്രവേശനം നടത്താനൊക്കെയുള്ള അവസരങ്ങൾ വന്നു ചേരും.
ഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ ഇവർക്ക് നല്ല ഒരു സമയമാണ്. കലാകാരന്മാർക്ക് പേരും പ്രശസ്തിയും പുരസ്കാരങ്ങളും കിട്ടുന്ന സമയമാണ് ഈ വിഷുഫലം. അതായത് കലാകാരന്മാരെ സംബന്ധിച്ച് വളരെയധികം ഗുണകരമായ കാര്യങ്ങൾ വന്നു ചേരുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, രാഷ്ട്രീയക്കാർക്ക് വളരെ നേട്ടങ്ങൾ തന്നെ ഉണ്ടാവും. നല്ല സ്ഥാനങ്ങളിൽ എത്താൻ ഇവർക്ക് കഴിയുന്നതാണ് ഈ പൂരാടം നക്ഷത്രക്കാരായ രാഷ്ട്രീയക്കാർക്ക്. പൊതുപ്രവർത്തകർക്കും അതേപോലെ തന്നെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പൊതുപ്രവർത്തകർക്കും ഒക്കെ ജനസ്വാധീനം കൂടുതൽ കിട്ടുന്ന സമയം. കുടുംബപരമായി പുരോഗതി ഉണ്ടാകുന്ന സമയവും കൂടിയാണ് ഇവരെ സംബന്ധിച്ച്. കുടുംബത്തിൽ നല്ല ഒരു സമാധാനവും സന്തോഷവും ഐക്യതയും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാവും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അതിൽ നിന്നും ഒരു മുക്തി കിട്ടുന്ന ഒരു സമയവും കൂടിയാണ്. സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാവും. ബന്ധുജന സമാഗമങ്ങൾ ഇവർക്കുണ്ടാവുന്നതാണ്. അതായത് ബന്ധുക്കൾ ഇവരെ തേടി വരും, അല്ലെങ്കിൽ ഇവര് അങ്ങോട്ട് പോകും. അതായത് എങ്ങനെയാണെങ്കിലും ബന്ധുജന സമാഗമങ്ങൾ ഉണ്ടാകാനുള്ള അവസരങ്ങൾ വിഷുഫലമായി വന്നു ചേരുന്നതാണ്. ശത്രുക്കൾ മിത്രങ്ങളാവുന്ന അവസ്ഥയും ഉണ്ടാവും. അതായത് നേരത്തെ ശത്രുവായി പോയവർ മിത്രങ്ങളായി തിരിച്ചു വരാനായിട്ടുള്ള അവസരങ്ങളും ഉണ്ടാകും. അകന്നവർ അടുത്തു വരികയും ചെയ്യും. നമ്മളെ വിട്ട് അകന്നു പോയവര് നമ്മളിലേക്ക് അടുത്തു വരികയും ചെയ്യും. എല്ലാം കൊണ്ടും പൊതുവെ ഈ പൂരാടം നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം വളരെ അനുകൂലമായ ഒരു സമയമാണ് വരുന്നത്, അല്ലെങ്കിൽ കിട്ടുന്നത്. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.